ജനങ്ങളെ വയനാട് ജനത വെല്ലുവിളിച്ചുകൊണ്ട് ഈ ജില്ലയുടെ ചാർജുള്ള വനവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ, ഇവരുടെ വിഷയാവതരണം കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് കേരള നിയമസഭയിൽ പറഞ്ഞ വനവകുപ്പ് മന്ത്രി. ആ വനവകുപ്പ് മന്ത്രിയുടെ കീഴിലിരുന്ന് ഇന്ന് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ജനങ്ങളോട് മന്ത്രി മാപ്പ് പറയണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ ജില്ലയിൽ എത്ര അതീവ ഗൗരവമുള്ള പ്രജീഷിന്റെ മരണം, പോളിന്റെ മരണം, തങ്കച്ചിന്റെ മരണം, ലക്ഷ്മണന്റെ മരണം, സരത്ത് എന്ന് പറയുന്ന പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി, 14 വയസ്സുള്ള വിദ്യാർത്ഥി ആനയുടെ ക്രൂരമായ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റ് കിടക്കുക. ഈ വിഷയങ്ങളൊക്കെ 7 പേരെ കടുവ ഭക്ഷിച്ചു. ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ജില്ലയിലെ ചാർജുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ജില്ലയിൽ വരാതെ ഒരു യോഗം വിളിക്കാതെ ഇന്ന് 2 മന്ത്രിമാരുടെ എസ്കോർട്ടോട് കൂടിയാണ് വനവകുപ്പ് മന്ത്രി ജില്ലയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ ജില്ലയിൽ, വയനാട് ജില്ലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചർച്ച നടത്തുന്നുള്ള ഞങ്ങളുടെ ആവശ്യം. ഇവിടെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മാനന്തവാടിയിൽ എത്തിക്കുമ്പോൾ ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുന്നു, ഭയാനകമായ മരണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ പോളിന്റെ മരണം മെഡിക്കൽ കോളേജ് എത്തിച്ചു, മാനന്തവാടി മെഡിക്കൽ കോളേജ് എത്തിച്ചു, ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുന്നില്ല, ബ്ലഡ് ബാങ്ക് ഇല്ല, ബ്ലഡ് ഇല്ല. അതേപോലെ തോമസിന്റെ മരണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു, മാനന്തവാടി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയാതെ തോമസ് മരണപ്പെടുന്നു. ഇതിന്റെ ഉത്തരവാദി ആരാ? ഗവൺമെന്റാ. ഇതിന്റെ ഉത്തരവാദി ആരാ? വനവകുപ്പ്. ഇതിന്റെ ഉത്തരവാദി ആരാ? ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് റവന്യൂ മന്ത്രിയാ, ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാ, ഇവിടെ വരേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. വനവകുപ്പ് മന്ത്രിയിലും മന്ത്രിമാരിലും ഞങ്ങൾക്ക് ഒരു വിശ്വാസത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ചിട്ടുള്ളത്. ഈ മീറ്റിംഗ് ആരംഭിക്കേണ്ടിയിരുന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ ഹതഭാഗ്യരായ ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തി വേണമായിരുന്നു. ഒരനുശോചനം പോലും രേഖപ്പെടുത്താൻ തുനിയാതെയാണ്, മര്യാദ കാണിക്കാതെയാണ് ഈ യോഗം, ഇന്ന് ഗവൺമെന്റ് തല യോഗം, മന്ത്രിമാർ ഇന്നിവിടെ നേതൃത്വം കൊടുക്കുന്നത്. വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ വ്യക്തികളുടെ, ഹതഭാഗ്യരായ ആളുകളുടെ വീട്ടിൽ പോകാത്തതായ മന്ത്രിയെ ഇരുത്തി എങ്ങനെ ഒരു മീറ്റിംഗ് ഈ വയനാട് ജില്ലയിൽ കണ്ടക്ട് ചെയ്യും? എങ്ങനെ അദ്ദേഹത്തെ ഇരുത്തി ചർച്ച ചെയ്തത് കൊണ്ട് വല്ല ഫലമുണ്ടോ? വയനാടിൻ്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു, സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിൻ്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് മീറ്റിങ്ങിനകത്ത് വെച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരേണ്ടത് മന്ത്രിതല സംഘമല്ല, വരേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മരണമടഞ്ഞവരുടെ വീടുകളിലും സർവകക്ഷി യോഗത്തിലും ജനങ്ങളുമായി സംവദിച്ച് വേദനകൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ മന്ത്രിസഭാ സമിതി വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്കെതിരെ വയനാട് ജില്ലയിൽ, മലയോര മേഖലയിൽ രൂക്ഷമായിട്ടുള്ള, സെൻസിറ്റീവായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുക. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം വരാൻ പറ്റാത്തത് കൊണ്ട് മറ്റു ചില മന്ത്രിമാരെയും കൂടി കൂടെ കൂട്ടി ഒരുമിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരുടെ മറ്റു മന്ത്രിമാരുടെ സാന്നിധ്യത്തെ വില കുറച്ച് കാണാനല്ല ആഗ്രഹിക്കുന്നത്. ഈ വനം മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം. ജില്ലയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം. ഞങ്ങൾ അദ്ദേഹത്തെ ഇതുവരെ ബഹിഷ്കരിച്ചിട്ടില്ല. എത്ര മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തി? ഞങ്ങൾ ഉള്ളിൽ പറഞ്ഞു, നിരവധി മീറ്റിംഗ് നടത്തി, തീരുമാനങ്ങളെടുത്തു. സമഗ്ര പദ്ധതി വേണം, പ്രതിരോധ നടപടികൾ ഉണ്ടാവണം, ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം, ജനങ്ങൾക്കുള്ളതായ കോമ്പൻസേഷൻ തുക വർദ്ധിപ്പിക്കണം, മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം ഗൗരവതരമാണ്, കോമ്പൻസേഷൻ തുകയുടെ സ്പീഡി ഡിസ്പോസൽ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങി ആശ്രിതർക്കുള്ളതായിരിക്കുന്ന ജോലിയും കോമ്പൻസേഷനും അവരുടെ കടം എഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്.
അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ വേണ്ടത് ചർച്ചയല്ല, നടപടികളാണ്. ആ നടപടികൾ ഗവൺമെന്റ് തലത്തിലുള്ള നടപടികൾ തീരുമാനിക്കുന്നതിന് പകരം ഉത്തരവാദിത്തത്തോടു കൂടി അത് നിർവഹിച്ചു ഞങ്ങൾ എന്ന് പറയുന്നതിന് പകരം ചർച്ച നടത്തി കബളിപ്പിക്കാനുള്ള തുടർ പ്രവർത്തനം സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. ഒരു വർഷം ഈ ജില്ലയ്ക്ക് ലഭിക്കുന്നത് എറൗണ്ട് 6 കോടിയിൽ പരം രൂപ മാത്രമാണ്. ശമ്പളം കൊടുക്കാനും ഇവിടെയുള്ള വനപരിപാലനത്തിനും ഇവിടെയുള്ള പ്രതിരോധ നടപടികൾക്കും കോമ്പൻസേഷനും എല്ലാം കൂടെ ഇതിൻ്റെ 10-1 തുക ഇതുണ്ടോ? 10-1 തുക ഇതുണ്ടോ? അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അവഗണന, ഏറ്റവും വലിയ പ്രയാസം വയനാട് ജില്ലയെ അവഗണിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ മന്ത്രിമാരുടെ വിശദീകരണം കേട്ടു. അതിനുശേഷം ഞാനും ഐസിയും എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഈ മന്ത്രിയെ ഇരുത്തി ഇനി വയനാടിൻ്റെ ജനതയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് നിലപാട് മുന്നോട്ട് പോകും. വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും ജനങ്ങൾക്ക് ജീവിക്കണം, വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം. ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ്. ജനം ഈയാമ്പാറ്റകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാരാണ്. പോളിന്റെ മരണം, തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ്. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അതിൻ്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം. തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത് കൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം. സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ മന്ത്രിയെ അടിയന്തരമായി ജില്ലയുടെ ചുമതലയിൽ നിന്നും വനം മന്ത്രി ചുമതലയിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലുള്ള സമയത്ത് അതൊന്നും കാണാതെ മുന്നോട്ട് പോകുന്ന ഈ നടപടി അത്യന്തം ഗൗരവതരമാണ്. അതിൻ്റെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പല ആവശ്യങ്ങളും പറയുകയും മുഖ്യമന്ത്രി അല്ല ഞങ്ങൾ ഉള്ളിൽ ഏതൊക്കെ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾ പറയട്ടെ നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഞങ്ങൾ ഏതൊക്കെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ. 1, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ അക്കമിട്ട് നിരത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. 2, ഈ മന്ത്രി നേരത്തെ വിളിച്ച എല്ലാ മീറ്റിങ്ങിലും പ്രിയപ്പെട്ട IC ബാലകൃഷ്ണൻ ഞാനും പങ്കെടുത്തല്ലോ. ഞങ്ങൾ ആരെങ്കിലും ബഹിഷ്കരിച്ചോ? എവിടെയെങ്കിലും ബഹിഷ്കരിച്ചോ? ഞങ്ങളുടെ ജനങ്ങളുടെ സെന്റിമെന്റ്സ് മുഴുവൻ ഞങ്ങൾ ഷെയർ ചെയ്തല്ലോ. ഞങ്ങൾ പദ്ധതികൾ വേണം, പരിപാടികൾ വേണം. ജനങ്ങളെ, കൃഷിയിടത്തെ സംരക്ഷിക്കണം, അവരുടെ സ്വത്തിനെ സംരക്ഷിക്കണം, വനത്തിനകത്ത് ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം. എല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ വേണം. എല്ലാം ഞങ്ങൾ പറഞ്ഞാണല്ലോ. എന്താ നടന്നത്? പറയണം, എന്താ നടന്നത്? തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല. ബധിരമൂക കർണങ്ങളിൽ ഞങ്ങൾ പറയുമ്പോൾ പ്രതിഷേധം ആളിക്കത്തും, സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇത്ര ഗൗരവമുള്ളൊരു യോഗം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, വനവകുപ്പ് മന്ത്രി ഇവിടെ വന്നു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവിടെയുണ്ട്, റവന്യൂ വകുപ്പ് ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇവിടെ എന്തേ PCC ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരാത്തത്? എന്തേ കൊണ്ടുവരാത്തത്? എന്തേ 4 യോഗങ്ങൾ ചേർന്ന മാസ്റ്റർ പ്ലാൻ എവിടെ? എന്തേ ബഡ്ജറ്റിൽ പണം വകയിരുത്താത്തത്? എന്തേ വയനാട് ജില്ലയുടെ മാസ്റ്റർ പ്ലാൻ എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് മന്ത്രിമാർ ചോദിച്ചല്ലോ ചോദ്യം. ഇവിടെ വന്നിട്ട് മന്ത്രിമാർ ഞങ്ങളല്ല ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്, മന്ത്രിമാരാണ്, ഇവിടുത്തെ വകുപ്പാണ്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജില്ലയിൽ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കുന്നതാണ് എവിടെയാണ്? മന്ത്രി ഒരു 1.5 വർഷം മുന്നേ പ്രഖ്യാപിച്ച എക്സ്ട്രാ RRT എവിടെയാണ്? നിങ്ങൾക്കറിയോ, ഈ ജില്ലയിൽ 12 ഗണ്ണ്, ആകെ 4, 5, 6 ഗണ്ണാണ് ഉള്ളത്. വാഹനം എവിടെ? ഇന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ കടുവിറങ്ങിയെടുത്തും ആന ഇറങ്ങിയെടുത്തുണ്ടല്ലോ. എന്തേ മറ്റു ജില്ലകളിൽ നിന്ന് ഇത്ര വിഷയാർത്ഥമുള്ള ഈ ജില്ലയിൽ
എന്തുകൊണ്ട് സ്പോർട്സിനെ വിനയിപ്പിച്ചിട്ടില്ല? ആരാണ് ഇതിന് ഉത്തരവാദി? MLA കഴിയോ? ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തേ ഗവൺമെൻറ് അത് ഇടപെടാത്തത്? എന്തേ മന്ത്രി ഇടപെടാത്തത്? അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം. അല്ലാതെ മന്ത്രിമാരെ ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല. ജനങ്ങളോട് അഭിമുഖീകരിക്കേണ്ടത് ഞങ്ങളാ. പോളിൻ്റെ വിഷയത്തിലും അജീഷിൻ്റെ വിഷയത്തിലും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം കുറച്ച് കാണുകയാണ് ഈ മന്ത്രിമാർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ അക്കമിട്ട് നിർത്തിയല്ലോ. ഇപ്പോഴല്ല, ഞങ്ങൾ കുറേ കാലങ്ങളായി പറയുന്ന വിഷയങ്ങൾ കടലാസിലല്ലാതെ എവിടെയാണ് നടപ്പായിട്ടുള്ളത്? എവിടെയാണ് നടപ്പാകാൻ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, വടക്കനാട് സമരം നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചതാണല്ലോ. അന്ന് 6,37,00,000 രൂപ അനുവദിച്ചു. 6,37,00,000 രൂപ. എന്തേ വടക്കനാട് മേഖല അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്? എന്താ നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ ചോദിക്കണം. അന്നത്തെ സമരത്തെ ഗൗരവമായി മന്ത്രിസഭ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് നിങ്ങളൊക്കെ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടതിന്റെ ഫലമായിട്ട് 6,37,00,000 രൂപ അനുവദിച്ചിട്ട് എവിടെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്? വടക്കനാട് ഗ്രാമത്തിലെ ജനങ്ങളെ അവഗണിച്ചില്ലേ? പുൽപ്പള്ളിക്കാരെ അവഗണിച്ചില്ലേ? ഒരു കടുവ ഇറങ്ങിയിട്ട് ഇന്ന് 15 ദിവസമായി. എന്തേ കടുവയെ നീക്കം ചെയ്യാത്തത്? ഇതൊക്കെ വീഴ്ചയല്ലേ? ഇത് ജനപ്രതികളായ പ്രതിപക്ഷ MLA ചെയ്യേണ്ടത്? പ്രതിപക്ഷ MLA പറയുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം തള്ളിക്കളയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. എന്തേ ഗൗരവത്തിലെടുക്കാത്തത്? മാനവം ഈ ജില്ലയുടെ ചാർജ് ഒഴിവാകണം. ഒരിക്കലും മാറിയില്ല. പറയട്ടെ ഒരു മിനിറ്റ്. പിന്നെ ദേശാമാനിയും കൈരളിയും തുടർച്ചയായി എല്ലാവരും കൂടി ഒന്നിച്ചു ചോദിക്കരുത്. പറയട്ടെ. നോ. പിന്നെ ഒരു സംശയമില്ല, ചോദിക്കും. ഒരു സംശയമില്ല. ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഇടയ്ക്ക് ചോദിക്കരുതെന്ന് പറഞ്ഞത്. ഞങ്ങൾ മറുപടി പറയും. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് സർക്കാരിനെ വെള്ളം പൂഴ്ചാൻ ഒരു മിനിറ്റ്. നിങ്ങള് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിനിടെ വേറെ ചോദ്യം ചോദിക്കാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് ഈ നാട്ടിലെ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അവഗണിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രക്ഷോഭം മുഖ്യമന്ത്രിയെ കൊണ്ടും ഗവൺമെന്റിനെ കൊണ്ടും തീരുമാനങ്ങൾ ഞങ്ങൾ എടുപ്പിക്കും. ചർച്ചയല്ല വേണ്ടത്, തീരുമാനം. നിങ്ങളറിയോ, കേരള അസംബ്ലിയിൽ ബഹുമാന്യനായ ശ്രീ IC ബാലകൃഷ്ണൻ MLA വേദനയോടുകൂടി ഈ ജില്ലയുടെ വിഷയങ്ങൾ പറയുകയാണ്. ആ ജില്ലയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ വനമന്ത്രി പറയാണ് ലജ്ജിക്കുന്നു. ആരോടാ ലജ്ജ? ഞാൻ ചോദിക്കുന്നു. ഇവിടെയുള്ളതായിരിക്കുന്ന മരിച്ച പോളിന്റെ വീട്ടില്, അജീഷിന്റെ വീട്ടില്, തോമസിന്റെ വീട്ടില്, ലക്ഷ്മണന്റെ വീട്ടില്, തങ്കച്ചന്റെ വീട്ടില് ഈ വനമന്ത്രി ഒന്ന് പോയോ? ആ പോകാത്ത വനമന്ത്രിയെ ഇരുത്തി ഞങ്ങൾ ചർച്ച ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഇവിടെയുള്ള ജനതയുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ഞങ്ങൾ പോകണോ? അതിന് ഞങ്ങളെ കിട്ടില്ല. ഈ ജില്ലയുടെ സെന്റിമെന്റ്സ് ഷെയർ ചെയ്യാത്ത ഒരു മന്ത്രിയുടെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ചർച്ചയ്ക്കിരിക്കാൻ UDF MLA ഞങ്ങൾ ഒരുക്കല്ല. അതാണ് തീരുമാനം. ഇനി ഇതിവിടെ കൺക്ലൂഡ് ചെയ്തു. മന്ത്രിതല സംഘം വിളിച്ച സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് MLA ടി സിദ്ദിഖും IC ബാലകൃഷ്ണനുമാണ് ശക്തമായ പ്രതികരണവുമായി യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെയാണ് യോഗം തുടങ്ങിയത്. ഇരകളുടെ വീട്ടിൽ പോകാത്ത മന്ത്രിയെ ഇരുത്തി എങ്ങനെ ചർച്ച ചെയ്യും? അതുകൊണ്ട് എന്ത് ഫലം എന്നാണ് സിദ്ദിഖ് ചോദിക്കുന്നത്. മന്ത്രിക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ് 2 മന്ത്രിമാരെ എസ്കോട്ടുമായി വനമന്ത്രി എത്തിയത്. വനമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റണം, മുഖ്യമന്ത്രി തന്നെ വരണം, മുഖ്യമന്ത്രി തന്നെ വന്ന് ഈ ഇരകളുടെ കുടുംബം സന്ദർശിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യോഗം ബഹിഷ്കരിച്ച ശേഷം സിദ്ദിഖും IC ബാലകൃഷ്ണനും പറയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് UDF MLA മാർ, കോൺഗ്രസ് MLA മാർ പറയുന്നത്?
നിലവിൽ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് UDF-ന്റെ MLA-മാർ. UDF ഒന്നടങ്കം ഈ നടപടിയെ ബഹിഷ്കരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള യോഗം അല്ല വേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. മുഖ്യമന്ത്രി തന്നെ ഇവിടേക്ക് എത്തണം എന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. IC ബാലകൃഷ്ണനും T സിദ്ദിഖും പറയുന്നത് അക്കാര്യമാണ്. മാത്രമല്ല ഈ വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല, ഒരുക്കമല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു തരത്തിലും ഈ വനം മന്ത്രി ഒരു തരത്തിലുള്ള ഒരു അനുഭാവപൂർവമായ നടപടിയും വയനാടിനോട് സ്വീകരിക്കുന്നില്ല. ഈ വയനാടിൻ്റെ ചാർജുള്ള മന്ത്രിയാണ്. എന്നിട്ട് പോലും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ ഉന്നയിക്കുകയാണ്. ഇവിടുത്തെ പദ്ധതികൾ, ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ കാര്യത്തിൽ പോലും ഒരു ആസൂത്രണവുമില്ല. നിലവിൽ ഈ ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ യോഗത്തിൽ ഇരിക്കാൻ തയ്യാറല്ല. തങ്ങൾക്ക് പറയേണ്ടത് തങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. അതിനുശേഷമാണ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത്. ഈ വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ്റെയും അതോടൊപ്പം തന്നെ T സിദ്ദിഖിൻ്റെയും നേതൃത്വത്തിൽ MLA-മാരും ഒപ്പം തന്നെ UDF-ന്റെ പ്രതിനിധി സംഘവും ഈ ചർച്ച ബഹിഷ്കരിച്ചത്. ഇന്ന് ഇപ്പോൾ രാപ്പകൽ സമരം, UDF-ന്റെ സമരം കൽപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തുടർ സമരങ്ങളുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടിയിലേക്കും മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയത്തെ രാഷ്ട്രീയമായി കൊണ്ടുപോവുകയാണ് UDF എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്ന് രാവിലെ തന്നെ ശശീന്ദ്രൻ മന്ത്രി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങൾ ജനങ്ങളെ കേൾക്കാനാണ് വന്നത്, ജനപ്രതിനിധികളെ കേൾക്കാനാണ് വന്നത്, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പിനോ നേട്ടത്തിനോ വേണ്ടിയുള്ള ഒരു ഇടപെടലല്ല ഈ മൂന്ന് മന്ത്രിമാരും എത്തുന്നതിൽ നിന്നുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിന് ശേഷമാണ് ഈ യോഗം തുടങ്ങിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ബഹിഷ്കരണം നടത്തി ഇപ്പോൾ UDF പ്രതിനിധി സംഘം ഇറങ്ങി പോയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ വനം മന്ത്രിയെ ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും ഈ മന്ത്രിയുമായി ഇനി ചർച്ചയ്ക്കില്ല, ഈ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുൾപ്പെടെയുള്ള വാദങ്ങൾ ഇവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം ഈ മുഖ്യമന്ത്രി നേരിട്ട് ജില്ലയിലേക്ക് വരണം, ചർച്ചയല്ല ഇനി വേണ്ടത് തീരുമാനങ്ങളാണ്, തീരുമാനങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടതുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ T സിദ്ദിഖും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA-യും 2 MLA-മാരും UDF പ്രതിനിധി സംഘത്തോടൊപ്പം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇനി എന്ത് തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോവുക, അതായത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ MLA-മാർ അവർ ഇറങ്ങിപ്പോയിരിക്കുന്നു. സ്വാഭാവികമായി ഇനി എന്ത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഈ ചർച്ച ഇപ്പോൾ ഏകപക്ഷീയമായി മാറുന്ന നിലയിലേക്ക് ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടങ്ങുന്ന സംഘം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളും മാത്രമായി ചർച്ചയിൽ അവശേഷിക്കുന്നു. UDF പ്രതിനിധികളെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നു. സ്വാഭാവികമായും ഇനി എന്ത് തരത്തിലുള്ള ചർച്ചയാണ് നടക്കുക എന്നുള്ള കാര്യം ഇതിന് ശേഷം മാത്രമേ അറിയൂ. 12 മണി വരെ യോഗം നടക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ആ നടപടിയിലേക്ക് ഇവർ കിടക്കാം. അതിനുശേഷം മന്ത്രിമാരുടെ പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണത്തെയാണ് നമ്മളേവരും ഉറ്റുനോക്കുന്നത്. വേണു, ശരി. വനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച ശേഷം സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ് UDF. സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.